ചോദിക്കട്ടെ, ഈ അന്നപ്പൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടോഗ്രാഫ്സ് അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആരോടും പോയി ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓട്ടോഗ്രാഫ് അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് കാര്യം നമ്മള് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സംഗതി ഉണ്ട് നമ്മളെ പറ്റി. മറ്റുള്ളവരെ എഴുതുമ്പോൾ നമുക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരിക്കില്ലേ? സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാരും സിനിമയിൽ വരണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എല്ലാരും വിചാരിച്ചു ഞാൻ എഴുത്തിലേക്ക് പോകും, കാരണം പപ്പ റൈറ്റർ ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് സെറ്റ് ആവില്ല. എഴുതും, പക്ഷെ എനിക്ക് അങ്ങനെ സിനിമ എഴുതാനായിട്ടുള്ള കപ്പാസിറ്റി ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ലേഖനങ്ങൾ മാത്രമാണോ എഴുതിയിട്ടുള്ളത്? ഇല്ല, അങ്ങനെ എഴുതേണ്ടി വന്നിട്ടില്ല, ഇങ്ങോട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ? ഒരു 4-5 കിട്ടി. 4-5 കിട്ടി. ഇതിൽ ഏതെങ്കിലും ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായോ? ഒന്നും, എല്ലാം ബോറായിരുന്നു. ആണോ? അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത, ഞാൻ സത്യമായിട്ട് പറയാ, ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ബ്ലഡ് വെച്ചിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. അത് ഞാൻ ഇന്നും മറക്കില്ല. ഏതോ കോഴിക്കടയിലേതോ ഒരാള് കോഴിയുടെ ചോര പിഞ്ഞാണിക്കാത്തത് വലിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് റെഡ്, ഞാൻ റെഡ് സ്കെച്ചാന്ന് വിചാരിച്ച, പക്ഷെ നല്ല ചൂട് ബ്ലഡ്. ഒരു ലെറ്റർ അവൻ രാത്രി ഇരുന്ന് എഴുതി കാലത്തെ വീട്ടിൽ കൊണ്ടുകൊടുത്ത ചൂട് ബ്ലഡ്. തൃശ്ശൂരിലുള്ള ലവ, കൂടെ പഠിച്ച സ്കൂളിലെ ലവ. ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടും യൂട്യൂബില്. ഞാൻ പറഞ്ഞേ, ബ്ലഡിന്റെ ലവ് ലെറ്റർ എഴുതുന്ന എങ്ങനെയാണെന്നറിയോ? ഈ തുമ്പില്ലേ ഇവിടെ സൂചി വെച്ചിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്ന പോലെ. എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അത്. എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അത്. ഇതിനകത്ത് സൂചി വെക്കുമ്പോ ചോര അതിനകത്ത് വരുമോ? വരും. ബ്ലഡ് ഇട്ടാൽ മതി. അന്നേരം അപ്പൊ ബ്ലഡ് വരും. അപ്പൊ അത് ഡ്രോപ്പ് ആയിട്ട് ലൈക്ക് കറക്റ്റ് ആയിട്ട് അവര് ലെറ്റർ എഴുതുന്ന. നിങ്ങൾ എന്തിനാ എന്റെ ലവ് ലെറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് ലവ് ലെറ്ററിനെ കുറിച്ച് ഒരു ബോറൻ ലവ് ലെറ്റർ. ശരിക്കും ബോറായിരുന്നു, അതിന് വലിയ ഓർമ്മയൊന്നുമില്ല. എന്താ ബോറായ ലവ് ലെറ്റർ നമ്മൾ മറക്കരുത്. 2 വരിയെങ്കിലും. ഞാൻ എന്തോ യെസ് പറഞ്ഞാൽ 12ാമത്തെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ നോ ആയിരുന്നു. അങ്ങനെയൊക്കെ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ലവ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ലൈക് കറന്റ് സ്റ്റാറ്റസ് എന്താ? കമ്മിറ്റഡ് ആണോ, സിംഗിൾ ആണോ, അതോ? സിംഗിൾ ആണ്. എന്താണ് ലൈക് ഭാവി സങ്കല്പം? ക്ലീശ ചോദ്യം എന്നറിയാം, എന്നാൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഡൈ ഹാർഡ് ഫാൻസ് അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. എനിക്ക് ഇങ്ങനെ തന്നെയാ ഇഷ്ടം. ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകുന്നതൊക്കെ തന്നെയാണ് ഇഷ്ടം. അല്ല, ലൈക് നമ്മുടെ ആ ഒരു പേഴ്സണെ പറ്റിയിട്ട് നമുക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കില്ലേ? ഞാനിപ്പോ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത്. വീട്ടിൽ നിന്ന് അത്യാവശ്യം സംസാരിക്കാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി. ഏത് കമ്പനിയിലും കൂടണം അല്ലേ? നന്നായി മിംഗിൾ ചെയ്യണം. കേട്ടല്ലോ? റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. പിന്നെ അത്യാവശ്യം ജോളി ആയിരിക്കണം. എന്റെ ഒക്കെ പോലെ തന്നെ ട്രാവൽ ഒക്കെ ഇഷ്ടമുള്ള. പാട്ട് പാടാനുള്ള കഴിവ് വേണോ? അത് ആവശ്യമില്ല. അത് ചോദിച്ചതേട്ടോ, എരുമ ചോദിക്കാന് പാട്ട് പാടാനുള്ള കഴിവ് വേണം. അല്ല, പപ്പയുടെ അടുത്തും മമ്മിയുടെ അടുത്തും എത്ര നാളത്തേക്കാണ് അങ്ങോട്ട് സുല്ലിട്ടിട്ടുള്ളത്? ഇപ്പൊ വേണ്ട, എത്ര നാളാണ്? അവരെന്റെ അടുത്തേക്ക് സുല്ലിട്ടതാ. അവര് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് വല്ല നിർബന്ധമൊന്നുമില്ല. അല്ല, ഇവർക്കും കിട്ടിയിട്ടുണ്ടെന്നോ ചോര വെച്ചിട്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് ബ്ലഡ് വെച്ചിട്ട് ഒരു ചേട്ടൻ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. കൊതുകിന്റെ മൂട് വെട്ടി. അതൊന്നും അല്ല, ഒറിജിനൽ ബ്ലഡാ. പക്ഷെ വേറെ ആരുടെ ബ്ലഡ് ഒന്നേ ഉള്ളൂ. ലാബിൽ നിൽക്കുന്നില്ല ചേട്ടൻ ബ്ലഡ് വെച്ചിട്ടല്ലേ? നല്ല കഥ. അതെ. ശരി, ഇപ്പൊ ഓട്ടോഗ്രാഫ്സ് കൊടുക്കാറുണ്ടോ? ലൈക് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ടോ? അതിൽ ലൈക് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടല്ലേ നമ്മൾ സൈൻ ചെയ്യാ? എന്താ കൊടുക്കാറ്? എനിക്ക് കൂടുതലും ഓട്ടോഗ്രാഫ് ചോദിച്ചിരിക്കുന്ന കുട്ടികളാണ്. ചെറിയ കുട്ടികളാണ്. ബെസ്റ്റ് വിഷസും ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് സിഗ്നേച്ചർ ഒക്കെ ഇട്ട് കൊടുക്കും. ചേച്ചി, ഞാൻ എന്താ കൊടുക്കാന്നറിയാം? എന്താ കൊടുക്കുക? വിശാല മനസ്സേവി ദൂര മനസ്സേവിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പൊ അങ്ങനെ ഈ ഓട്ടോഗ്രാഫ്സിനെ പറ്റി, സ്ലാം ബുക്കിനെ പറ്റിട്ട് പറയാത്ത പ്രണയങ്ങളൊക്കെ ചിലപ്പോ തുറന്നു പറയുന്നത് അങ്ങനെയായിരിക്കും അല്ലേ ഡയന? എന്തോ ചീറ്റിപ്പോയി, എന്തോ അന്നയുടെ തൊട്ടപ്പുറത്ത് വെക്കും. കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒപ്പിയെടുക്കണം. ഇല്ലല്ലോ, നമ്മൾ ഈ ഓർക്കണ്ടാത്ത ചില അടച്ച അധ്യയനം. ഒരു കാര്യം എല്ലാവരും തുറന്നു പറയല്ലേ, എത്ര ലൈൻ നമ്മുടെ പൊട്ടിയിട്ടൊന്നുമില്ല. അല്ല, എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്ത ആള് എനിക്ക് ഇതുപോലെ സ്ലാം ബുക്ക് തന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. യെസ്, അതുവരെ പറയാത്ത ആൾക്കാർ ഇത് എഴുതാൻ കൊടുക്കുമ്പോഴായിരിക്കും, തിരിച്ചു കിട്ടി നമ്മൾ രാത്രി വായിക്കുമ്പോഴായിരിക്കും അതില് ഒരു ഇഷ്ടം തുറന്നു പറയാ. ഡൈന എന്താ ഭയങ്കര റൊമാൻറ്റിക് ആവുന്നു. പഴയ ഓർമ്മകൾ. എന്നിട്ട് ഉമ്മ പിടിച്ചോ അത്? ഇല്ല, ഞാൻ ആക്ച്വലി ഒരു കോൺവെന്റിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പ്രേമിക്കാനൊക്കെ സമയത്ത്. അപ്പൊ 10th വെച്ചായിരുന്നു ഇത്. സോ അതുകൊണ്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല, നമ്മള് വെറുതെ കഥ പറഞ്ഞിരിക്കുമ്പോ അതൊക്കെ പറയാലോ. മോനെ കട്ടിക്കാറായില്ലേ?
അല്ല സ്ലാം ബുക്ക് നമ്മൾ കൊടുത്തു, തിരിച്ചിങ്ങോട്ട് കിട്ടി, വായിച്ചു തുടങ്ങിയപ്പോ വാട്ട് വാസ് യുവർ ഫീൽ? എക്സ്പെക്ട് ചെയ്തിരുന്നോ? സ്ലാം ബുക്ക് തരില്ല. സ്ലാം ബുക്ക് നമ്മൾ എപ്പോഴാ കൊടുക്കാറ്? നമ്മൾ വിട്ടുപിരിഞ്ഞ് പോകുമ്പോഴേ സ്ലാം ബുക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇതെന്തിനാ ഇപ്പൊ എനിക്ക് തരുന്നത്? ആക്ച്വലി നമ്മൾ വിട്ടുപിരിഞ്ഞ് പോകാൻ ഉദ്ദേശിച്ചിട്ടാണോ തരുന്നത്? ഇതല്ലല്ലോ തരേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ അതിന് തിരികെ കൊടുത്ത പുള്ളിക്ക് അത് കത്തിയോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അപ്പൊ യെസ് പറഞ്ഞില്ല. ഒരുത്തൻ എന്താ സ്റ്റാമ്പ് ബുക്ക് ഓട്ടോഗ്രാഫ് ബുക്ക്. ഈ ചാമ്പക്ക എന്തിനാ ചെറുക്കന് കൊടുത്തെന്ന് അവൻ ആലോചിക്കണേ. ഞാൻ പോട്ടെ.